ഓം ശാന്തി. സർവസങ്കൽപ്പങ്ങളെയും മർജ് ചെയ്ത് സ്വയം തന്നെ കാണുന്നു. മസ്തകമധ്യത്തിൽ പ്രകാശിക്കുന്ന ഞാൻ ഒരു ചൈതന്യ ഡയമണ്ടാണ്. ഞാൻ ബാബയുടെ അമൂല്യരത്നമാണ്. ഈ പരിധിയില്ലാത്ത ഡ്രാമയിൽ ഞാൻ ഹീറോ പാർട്ട് അഭിനയിക്കുന്നു. ഞാൻ ഹീറോ ആക്ടറാണ്. എൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തെയും ശ്രേഷ്ഠ പ്രാപ്തികളെയും കണ്ട് ഞാൻ അപാര സന്തോഷത്തിലിരിക്കുന്നു. ഞാൻ സംഗമയുഗി ശ്രേഷ്ഠാത്മാവാണ്. എൻ്റെ ഓരോ സങ്കല്പവും വചനവും കർമ്മവും ശ്രേഷ്ഠമാണ്, നാച്ചുറലാണ്. ഉയർന്നതിലും ഉയർന്ന പാപ് സമാനം ഉയർന്ന സ്ഥിതിയിലിരുന്ന് ബിന്ദുവായി സുപ്രീം ബിന്ദു ബാബയുടെ ഓർമ്മയിൽ മഗ്നമായിരിക്കുന്നു. ഞാൻ നോളജ്ഫുള്ളാണ്, പവർഫുള്ളാണ്. ബ്രഹ്മ ബാബയുടെ ചുവടിൽ ചുവട് വെക്കുന്ന ഞാൻ ബാപ്പ് സമാനമാകുന്നു. ഓരോ സങ്കല്പവും വചനവും കർമ്മവും സംബന്ധ സമ്പർക്കവും ബാപ്പ് സമാനമാകുന്നു. ബാപ്പ് സമാനം മേഴ്സിഫുള്ളാണ്. മാസ്റ്റർ ദയാലുവാണ്. സർവ്വതും കണ്ടാലും കേട്ടാലും വർണ്ണിക്കുന്നില്ല. വ്യർത്ഥം ചിന്തിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും സമാപ്തമാക്കി സദാ ദയാഭാവന നൽകുന്നു. ഓരോ ആത്മാക്കളുടെ പ്രതിയും ശുഭഭാവന ശുഭകാമനയുടെ കൃപ നൽകുന്നു. എൻ്റെ ഹൃദയത്തിൽ സദാ ഒരു ബാബ സമാവേശമായിരിക്കുന്നു. ഹൃദയത്തിൽ, ബുദ്ധിയിൽ, വചനത്തിൽ, സങ്കല്പത്തിൽ കേവലം ഒരു ബാബ മാത്രം. എൻ്റെ പ്രതിജ്ഞയാണ്, കൂടെയിരിക്കും, കൂടെ പോകും. സ്വീറ്റ് ഹോമിലേക്ക് ഒരുമിച്ച് പോകും. റോയൽ ഫാമിലിയിൽ കൂടെ വരും. ഞാൻ സമയത്തിൻ്റെ സമീപതക്കനുസരിച്ച് സ്വയത്തെ പരിധിയുള്ള ബന്ധനങ്ങളിൽ നിന്നും മുക്തമാക്കി സമ്പന്നവും സമാനവുമാക്കുന്നു. ഞാൻ ബാപ്പ് സമാനമായി ബാബയുടെ ഹൃദയത്തിലിരിക്കുന്നു. സദാ നിർവിഘ്നവും നിർവികൽപ്പവും നിർമ്മാനവും നിർമ്മലവുമായിരിക്കുന്നു. സദാ സ്വതന്ത്രാത്മാവാണ്. ഏറ്റവും ആദ്യത്തെ സ്വതന്ത്രതയാണ് ദേഹാഭിമാനത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം. പഴയ സ്വഭാവ സംസ്കാരത്തിൻ്റെ
ബന്ധനത്തിൽ നിന്നും ഞാൻ വേറിട്ടിരിക്കുന്നു. ഞാൻ സ്വമാനത്തെ ഓർമ്മിക്കുന്നു. മാസ്റ്റർ സർവശക്തിവാൻ, ത്രികാലദർശി, ത്രിനേത്രി, സ്വദർശന ചക്രധാരി, ഈ സ്വമാനത്തിന്റെ ആധാരത്തിൽ സർവശക്തിവാന്റെ കുട്ടികളെ യാതൊരു കർമ്മേന്ദ്രിയങ്ങൾക്കും ആകർഷിക്കാൻ സാധ്യമല്ല. ഞാൻ സ്മൃതിയുടെ സ്വിച്ച് ഓൺ ചെയ്ത് ലൈറ്റ് ഹൗസായി ആത്മാക്കൾക്ക് ലൈറ്റും മൈറ്റും കൊടുക്കുന്നു. മനസ്സിനെയും ബുദ്ധിയെയും സെക്കൻഡിൽ എവിടെ എങ്ങനെ വെക്കണമോ അതുപോലെ ഇരിക്കുന്നു. ഇതാണ് അന്തിമ പേപ്പറിൽ ഒന്നാമതെത്തുന്നതിനുള്ള തെളിവ്. ഒരു സെക്കൻഡിൽ അശരീരിയാകുന്നു. വളരെ കാലമായുള്ള അഭ്യാസം അന്തിമ സമയത്ത് സഹയോഗിയാകും. മനസ്സ് നിയന്ത്രണത്തിൽ വെച്ച് കർമ്മേന്ദ്രിയങ്ങളെ വശത്തിലാക്കുന്നു. ഞാൻ ഹൃദയം കൊണ്ട് ബാബയുടെ സ്നേഹിയായി പരിശ്രമത്തിൽ നിന്നും മുക്തമാകുന്നു. എൻ്റെ ജന്മനാ ഉള്ള പ്രതിജ്ഞയാണ്, ഒരു ബാബയല്ലാതെ രണ്ടാമതാരുമില്ല. ഞാൻ ഈ ഒരു ജന്മം സ്മൃതി സ്വരൂപമാകുന്നു. സർവസംബന്ധങ്ങളും ഒരു ബാബയുമായി, സർവപ്രാപ്തികളും ഒരു ബാബയിൽ നിന്നും അനുഭവം ചെയ്യുന്നു. ബാബ പറയുന്നു, ബാബ എല്ലാവരെയും പരമാത്മ ഖജനാവുകളാൽ സമ്പന്നമാക്കി. ഉത്തരവാദിത്വവും ബാബ ഏറ്റെടുത്തു. ബാബ പറയുന്നു, നിങ്ങൾ എന്നെ ഓർമ്മിക്കുമ്പോൾ സർവ ഖജനാവുകൾക്കും നിങ്ങൾ അധികാരിയാകും. ബാബ, ഞാൻ അങ്ങയുടേതാണ്, അങ്ങ് എന്റേതാണ്. ബാബയുടെ ഖജനാവുകൾ ഞാൻ സ്വയത്തിനും സർവർക്കും വേണ്ടി കാര്യത്തിൽ ഉപയോഗിക്കുന്നു. അത്രയും ഖജനാവ് വർദ്ധിക്കുന്നു. ഞാൻ സർവശക്തിവാനാണെന്ന ജ്ഞാനം ബുദ്ധിയിൽ മാത്രം വെക്കാതെ സർവശക്തികളും സമയമനുസരിച്ച് കാര്യത്തിൽ ഉപയോഗിക്കുന്നു, സേവനത്തിൽ ഉപയോഗിക്കുന്നു. രണ്ട് ശക്തികൾ ഓർമ്മിച്ച് കാര്യത്തിൽ ഉപയോഗിച്ച് ഞാൻ സദാ നിർവിഘ്നരായിരിക്കുന്നു. സഹനശക്തിയും തിരിച്ചറിയാനുള്ള ശക്തിയും പ്രത്യക്ഷമായി സ്വരൂപത്തിൽ കൊണ്ടുവരുന്നു. ഞാൻ ബാബയുടെ സഹയോഗമെടുക്കുന്നു, ഞാൻ തന്നെ ചെയ്യുന്നു. വായുമണ്ഡലം ദുർബലമാകുമ്പോൾ അലസതയുണ്ടാകുന്നു. ബാബയുടെ ഓർമ്മയിൽ അലസത സമാപ്തമാകുന്നു. ഉണർവും ഉന്മേഷവും ഉണ്ടാകുന്നു. അലസത സങ്കല്പത്തെ ദൃഢമാക്കുകയില്ല. ദൃഢതയാണ് സഫലതയുടെ ആധാരം. അല്ലെങ്കിൽ സങ്കല്പം മാത്രമായിരിക്കും, സ്വരൂപത്തിൽ വരില്ല. ബാപ്ദാദ ആഗ്രഹിക്കുന്നു, സമയത്തിനു മുമ്പ്
എവർ റെഡിയാകണം. ഞാൻ സമയത്തിൻ്റെ മാസ്റ്ററാണ്. സമയത്തിന് മുമ്പ് സമ്പന്നമായി ബാബയുടെ കൂടെ വിശ്വത്തിൻ്റെ സ്റ്റേജിൽ പ്രത്യക്ഷമാകണം. ബാബ വരദാനം നൽകിയിരിക്കുന്നു, സഹജ സേവാധാരിയായി ഭവിക്കൂ. ഞാൻ സദാ ശ്രേഷ്ഠവും പുതിയതുമായ സേവനത്തിലൂടെ വൃദ്ധിയുണ്ടാക്കുന്നു. സങ്കല്പത്തിലൂടെ ഈശ്വരീയ സേവനം ചെയ്യുന്നു. ദിവസവും അമൃതവേളയിൽ തൻ്റെ സമ്പർക്കത്തിൽ വരുന്ന ആത്മാക്കളിൽ സങ്കല്പത്തിൻ്റെ കണ്ണോടിക്കുന്നു. അത്രയും സങ്കല്പം അവരുടെ അടുത്തെത്തുന്നു. സേവനത്തിൻ്റെ പുതിയ രീതിയിലൂടെ അഭിവൃദ്ധി ഉണ്ടാക്കുന്നു. സഹജയോഗത്തിൻ്റെ സൂക്ഷ്മശക്തികൾ ആത്മാക്കളെ സ്വതവേ ആകർഷിക്കുന്നു. ഒഴിവു കഴിവുകൾ മേർജാക്കി പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി ഇമേർജ് ചെയ്യുന്നു. ഓം ശാന്തി.